ദൃശ്യം 2-ല് മീന എന്തുകൊണ്ട് ഫുൾ ടൈം മേക്കപ്പ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ഹർ കോൺഫിഡൻസ് ബിൽഡിംഗ്. അവൾക്ക് കെടുക്കാൻ പോകുമ്പോ പോലും ആ മേക്കപ്പ് ഇട്ടൊക്കെ ഇട്ടാല് അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് വരുമ്പോൾ മേക്കപ്പോട് കൂടെ വന്നാലും അവൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് വരുന്നുണ്ടാവുള്ളൂ. ജിത്തു ജോസഫ് വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. വേണമെന്ന് അതിലൊരു ബ്രില്യൻസ് ഉണ്ടോ. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോ വീണയ്ക്ക് ജിത്തു ജോസഫിനോട് ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചോളാം. ഒരുപാട് പേർക്ക് ജിത്തു ജോസഫ് സാറിന്റെ അടുത്ത് ഇങ്ങനെ അതായത് സിനിമയിലെ മറ്റേ സ്കെൽറ്റന്റെ കാര്യവും അല്ലെങ്കിൽ അങ്ങനെ ഫോറൻസിക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡൗട്ട്. എനിക്കുള്ള ഡൗട്ട് എന്താ വെച്ചാൽ മീനയുടെ മേക്കപ്പ് ആണ്. അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്ത കാര്യമാണോ അതോ അറിയാതെ വന്നുപെട്ടതാണോ? കാരണം ഞാൻ ഈ സംശയം തീർക്കാൻ വേണ്ടി ഇന്നലെ ദൃശ്യം 1 വീണ്ടും ഇരുന്ന് കണ്ടു. അപ്പൊ അതിൽ സാധാരണ ഒരു വീട്ടമ്മ അധികം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത, മേക്കപ്പ് ലൈറ്റ് ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല, ആ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് മുടി സാധാരണ രീതിയിൽ ഇങ്ങനെ കെട്ടിയിരിക്കണം മീൻ ചെയ്യുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി സീൻസിൽ. അല്ലാതെ സ്ലൈഡ് കുത്തിയിട്ട് ഇപ്പൊ പുതിയ സിനിമയിൽ കാണിച്ച പോലെ ആയിരുന്നില്ല. മാത്രമല്ല അതിൽ ഐലാഷസ് ഫേക്ക് ഐലാഷസ് ഉള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ പുതിയതിൽ കൂടുതൽ മേക്കപ്പും ഉറക്കത്തിന് എനിക്കുമ്പോഴും പുള്ളിക്കാരിയുടെ മുടി എപ്പോഴും നമ്മളൊക്കെ ഉറക്കത്തിന് എനിക്കുമ്പോൾ കൂതറയായിട്ടാണ് നമ്മൾ എനിക്ക്. അപ്പോൾ അവര് ഭയങ്കര നല്ല മുടിയൊക്കെ ഒതുക്കി കെട്ടി എപ്പോഴും ഒരേ സ്റ്റൈലാണ്. ആ മുടിയുടെ സ്റ്റൈൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ ഉറക്കത്തിൽ ചാടി എണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണോ? എന്തുകൊണ്ടാണ് അത് താങ്കൾ അത് പേർപ്പസ്ഫുള്ളി ചെയ്തതാണോ അതോ അത് അറിയാണ്ട് സംഭവിച്ചു പോയതാണെന്നൊരു സംശയം. അപ്പൊ ഞാൻ ജാന്റെ അടുത്ത് പറഞ്ഞപ്പോ ജാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോർജുട്ടി പഴയ ജോർജുട്ടി അല്ല, പണ്ട് സൈക്കിൾ. അത് അന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ പറഞ്ഞത് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റിന് കടന്നു പോകുന്ന ഒരാള് ഫുൾ ടൈം മേക്കപ്പ് സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കവചം. ഉദാഹരണം ആദ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോർജുട്ടി ഇപ്പൊ പഴയ ജോർജുട്ടി അല്ല, പണ്ട് സൈക്കിൾ ഓടിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നിരുന്നത്. ഇപ്പൊ വലിയ കാറായി, അപ്പൊ കുറച്ച് പൈസക്കാരൻ എന്റെ ഭാര്യ ആയപ്പോൾ പുള്ളിക്കാരി അങ്ങനെ മേക്കപ്പ് ചെയ്തതായിരിക്കാം. ആ സിനിമയിൽ അത് പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്, വേറെ കാര്യം. ആ മാറ്റത്തിന്റെ ഡിസ്കഷനാണ് ഈ തുടർന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് എന്റെ ഒരു സംശയം. അപ്പൊ അത് പേർപ്പസ്ഫുള്ളി ചെയ്തതാണോ അത് അറിയാണ്ട് വന്നു പോയതാണോ? ഒരു വീഡിയോ എടുക്കാൻ പോണെന്ന് പറയുമ്പോഴേക്കേ എന്തിനേക്ക് ഒരുങ്ങാൻ പോണേ? ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരുക്കത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ? ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമില്ലേ? എന്താ മിണ്ടാത്തെ? രാവിലെ എന്നിട്ട് അതേപോലെ ഒരു നാച്ചുറൽ ആയിട്ട് നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ ചെയ്ത പോലെ ഈ തൈയൊക്കെ ഒഴിപ്പിച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് അത് എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഞാനേ നെയിൽ പോളിഷ് എനിക്ക് വീഡിയോ കൊടുക്കണം. ആണോ? നെയിൽ പോളിഷിന് വീഡിയോ എടുക്കണം. പക്ഷെ ഇത്രയും നേരം ഒരു 10 മിനിറ്റ് ആ ബാത്റൂമിൽ ചെലവഴിച്ച് ക്രീമൊക്കെ തേച്ച് ഞാന് മുഖം കഴുകി എന്നിട്ടാണ് ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ചു. അതാണ് എന്റെ ചോദ്യം. ഈ നമ്മള് ഈ ലോകത്ത് അഭിമുഖീകരിക്കുമ്പോൾ ചില പാരഫേർണേലിയസ് അതാണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഈ തൈ വലിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ ആകെപ്പാടെ ഒരുങ്ങുന്നത് ഒരാളുടെ കോൺഫിഡൻസ് എനിക്കില്ല, അത്ര കോൺഫിഡൻസ് ഇല്ല. പല്ല് വെച്ചിട്ട് വന്നിരുന്നാ കുഴപ്പമില്ല, പല്ല് വെച്ചാൽ കോൺഫിഡൻസ് വരും. അപ്പൊ പല്ല് തേക്കുമ്പോ ആ കോൺഫിഡൻസ് വരുന്നത് എവിടെ നിന്നാണ്? ആ കോൺഫിഡൻസ് വരുന്നത് അതില് ഇങ്ങനെ ഈ എന്താ പറയാ മറ്റേ ടൂത്ത് പേസ്റ്റ് നിർമ്മാതാക്കൾ മുഴുവൻ ചെയ്യുന്നത് ഒരു ഗ്യാസ് ഒരു ഫീല് വരുത്തുന്നതാണ്. അല്ലാതെ പല്ല് വൃത്തിയാക്കുന്നവർക്ക് സെക്കൻഡറി ആണ്. അല്ല ഈ നാച്ചുറലായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇത് ഇന്റർവോവൺ ആയിട്ട് കൊണ്ടുവരുന്ന പല്ല് ആ ഒരു എന്താ പറയാ ഒരു ക്ലീൻ ഫീലിംഗ്. അതാ ഞാൻ പറഞ്ഞ ആ ഫീലിംഗ് എന്ന് പറഞ്ഞാല് അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ശരിക്കും ആ ക്ലീനിങ് ഫംഗ്ഷനിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ആ ഫീലിംഗ് വേറെ ഇത് വേറെ. അതെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പല്ലേക്കണ്ട് ഞാൻ വന്നിരുന്നു പറയാം അവള് കണ്ട പല്ലേക്കണ്ട് വന്നിരിക്കുന്നു എന്തിനും കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്ന ഞാനുണ്ട് ഇവിടെ. പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ട് ഞാനുണ്ട്. പല്ല് തേക്കാത്ത അപ്പൊ പല്ല് തേക്കുന്നുള്ള നല്ലൊരു കാര്യല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇതൊക്കെ ചെയ്താലേ ലോകത്ത് അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ധാരണ ഉണ്ടോ നിങ്ങള് സ്ത്രീകൾക്ക്? ഒരു കണ്ണെഴുതുന്നായാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് മേക്കപ്പ്. അത് ഡിപ്പെൻസ് ആണ്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടല്ലോ. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. അത് എങ്ങനെ കിട്ടണം എന്നുള്ളത് ഓരോരുത്തർ തീരുമാനിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ഡ്രസ് ഇട്ട് കഴിഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഏറ്റവും കോൺഫിഡൻസ് ഞാൻ സാരി ഉടുക്കുമ്പോഴായിരിക്കും. പുറത്ത് ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാരി ഉടുക്കും. കാരണം എനിക്ക് സാരി ക്യാരി ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. ഞാൻ കോൺഫിഡന്റ് ആവുന്ന സാരി ഉടുക്കുമ്പോഴാണ്. അതേസമയം ഞാൻ ഒരു ജീൻസും ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുപോലെ ഓരോ മനുഷ്യർക്കും ഓരോരോ അവരവരുടേതായ ഇഷ്ടങ്ങളും അവരവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ നന്നായി മേക്കപ്പ് ചെയ്താൽ മാത്രമാണ്
അവർക്ക് ഇതിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുണ്ടാവുള്ളൂ. ചിലവർ വളരെ സിമ്പിളായ, ഇപ്പൊ നിമിഷ വിജയനെ പോലെയുള്ള കുട്ടികളാണെങ്കിൽ വേറെ മേക്കപ്പ് ഇടാണ്ട് തന്നെ സുന്ദരിയാണ്. സുന്ദരിച്ചാൽ അവൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇപ്പോൾ ആനീസ് കിച്ചണിലൊക്കെ പോയപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമല്ല മേക്കപ്പ് ഇടാൻ. അത് മേക്കപ്പ് മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ഇത് തീരുമാനിക്കണെന്നുള്ള ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ആ വിശ്വാസമുള്ള കുട്ടികളുണ്ട്. അല്ല, അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ലോകത്ത് അഭിമുഖീകരിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഒരു 7:30 8 മണിയോടുകൂടെ നിങ്ങൾക്ക് ലോകത്ത് അഭിമുഖീകരിക്കണം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് ആ 7:00 മുമ്പ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. താങ്കൾ പറഞ്ഞില്ലേ സാരി എടുത്താൽ ലോകത്ത് അഭിമുഖീകരിക്കണം. സാരി ഇപ്പൊ ഞാൻ സാരി എടുത്തിട്ടാണ് ഇരിക്കുന്നത്. നോർമലി ഒരു പബ്ലിക് ഫംഗ്ഷൻ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ലോകം എന്നുള്ള ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണ്. രാവിലെ 7:00 അല്ലെങ്കിൽ 8 മണിക്ക് നിങ്ങൾക്ക് പോകേണ്ട ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണ് ലോകം എന്നുള്ളത്, ദ വേൾഡ് എന്നുള്ളത്. അത് ആണെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് യു വിൽ ഡു ഓൺ എ ഡെയിലി ബേസിസ് ടു ഫേസ് ദാറ്റ് വേൾഡ്? ഇന്ന് വേൾഡിനെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യും. സാരി ആണെങ്കിൽ സാരി എടുത്ത് സാരി തേച്ച് വെക്കും. ഇതാണ് അപ്പൊ അത് ഡിപ്പെൻസ്. ഇപ്പൊ സാരി ഇതാണ് വലിയ വലിയ ആഗോള പ്രശ്നമായിട്ട് മാറും. അല്ല, ഞാൻ ചോദിച്ചു വന്നത് ചിലർക്ക് ലോകത്ത് അഭിമുഖീകരിക്കാൻ ഈ ബാഹ്യമായ ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാനത് ഇതായിട്ട് പറയല്ല, നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അടിവരയിടുന്നതിന്റെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പെണ്ണുങ്ങളെ അടച്ചു പറഞ്ഞല്ലേ. അപ്പൊ ഓരോരുത്തർക്ക് അവരുടേതായ അവർക്ക് കോൺഫിഡൻസ് വരുന്നവരെ അവരത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. ഞാൻ 2015 വരെ വീഡിയോ എടുക്കാൻ ഞാൻ താമസിച്ചത് എന്റെ മുഖത്ത് ആ ഹെയർ ഗ്രോത്ത് വളരെ ഇഷ്യൂ ആയിരുന്നു എനിക്ക്. അപ്പൊ അത് ഒന്ന് പോയപ്പോഴാണ് ഞാൻ ക്യാമറനെ ഫേസ് ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് വന്നത്. ആ കോൺഫിഡൻസ് അതാ ഞാൻ പറയണത്. അപ്പൊ ഓരോരോ അവനവന്റെ മുഖത്തെ ബാഹ്യമായ സൗന്ദര്യത്തിന് എന്തൊക്കെ പറയുകയാണെങ്കിലും ബാഹ്യമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ചില വ്യക്തികൾക്ക്. അപ്പൊ ഞാൻ ആ ടോപ്പിക് കൊണ്ടുവന്നത് അതിനാണ്. ചില വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത വ്യക്തികള് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യതിരിക്തത മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ അതാണ് ഞാൻ ട്വിങ്കിൾ കന്നയുടെ അഭിപ്രായം പറഞ്ഞു വന്നത്. ഏതോ പ്രിയപ്പെട്ടവർ മരിച്ചതിൽ പോലും വളരെ മേക്കപ്പും സാധനങ്ങളും ഒക്കെ ഇട്ട്, ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ ദൃശ്യം 2 മീന എന്തുകൊണ്ട് ഫുൾ ടൈം മേക്കപ്പ്? ഇറ്റ്സ് പാർട്ട് ഓഫ് ഹർ കോൺഫിഡൻസ് ബിൽഡിംഗ്. അവൾക്ക് കെടുക്കാൻ പോകുമ്പോ പോലും ആ മേക്കപ്പ് ഇട്ട് കെട്ടാല് അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് വരുമ്പോൾ മേക്കപ്പോട് കൂടെ വന്നാലും അവൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് വരുന്നുണ്ടാവുള്ളൂ. ജിത്തു ജോസഫ് വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. ആ വേണമെന്ന് അതിലൊരു ബ്രില്യൻസ് ഉണ്ടോ? ഞാൻ പണ്ട് ആകാശദൂത് കാണുമ്പോ മാധവി ഫുൾ ടൈം മേക്കപ്പ് ഇട്ട് വരുന്ന ഇറ്റ്സ് ലൈക്ക് ഐ യൂസ് ടു ക്വസ്റ്റ്യൻ. ബട്ട് പിന്നീട് പല ജീവിത ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോ ഇങ്ങനെയുള്ള പല വ്യക്തികളെയും ഒരു ട്രോമാറ്റിക് ഇവന്റ്സിലൂടെ കടന്നു പോകുമ്പോഴും ദേ മെയിൻറ്റെയിൻ ദേ എന്താ പറയുക ബാഹ്യമായ സൗന്ദര്യം പാച്ചപ്പ് ചെയ്തിട്ടാണ് അവർ അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിന് പിന്നിൽ സ്വയം തോന്നുന്ന ഒരു കോൺഫിഡൻസിന്റെ എലമെന്റ് ഉണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അത് മനസ്സിലാകാത്ത, ഒരു കാലത്തും മനസ്സിലാക്കാൻ പറ്റാത്ത എന്നെ പോലുള്ള ആളുകൾക്ക് ഇറ്റ് ടേക്സ് ടൈം ഫോർ us ടു റിയലൈസ്, ഫോർ us ടു അക്സെപ്റ്റ് ദാറ്റ്. അതിപ്പോ പറയുകയാണെങ്കിൽ ലെവിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ റൈറ്ററുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ബട്ട് മൈക്കൽ ഫെൽപ്സ് എന്നും രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന എക്സസൈസസ് ഉണ്ട്, ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ചിലതുകളുണ്ട്, സ്വിമ്മിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം ആക്ച്വൽ റേസിന് പോകുമ്പോൾ ഹീസ് കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ്. ദർ ഇസ് എ മോർണിംഗ് റിച്വൽ. എല്ലാ സ്റ്റാർ അത്ലറ്റ്സിനും ഉള്ളതുപോലെ മൈക്കൽ ഫെൽപ്സിനും ആ മോർണിംഗ് റിച്വൽ ഉണ്ട്. ആ മോർണിംഗ് റിച്വലിന് ശേഷം ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് അറീനനെ അഭിമുഖീകരിക്കുമ്പോൾ ഹി ഈസ് കൈൻഡ് ഓഫ് കോൺഫിഡന്റ്. ഒരു ഒളിമ്പിക് ഇതിന് അദ്ദേഹത്തിന്റെ ഈ സാധനം കണ്ണിൽ വെക്കുന്ന ഇതില് വെള്ളം കയറി ആൻഡ് ബാക്കി എല്ലാവരും പകച്ചു ഈ വെള്ളം കയറിയപ്പോ വിൽ ഹി ബി, ബട്ട് ബിക്കോസ് ഓഫ് ദ റിച്വൽ ഇറ്റ്സ് ലൈക്ക് ഫോർ ഹിം ഇറ്റ് ഡസന്റ് ചേഞ്ച്. കണ്ണടച്ചിട്ടാണെങ്കിലും എത്ര സ്ട്രോക്കിൽ ഹി വിൽ ഫിനിഷ് എന്നുള്ള അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആൻഡ് ഹി ഫിനിഷ് ആസ് വൺ ഓഫ് ദ ഒളിമ്പിക് റെക്കോർഡ്സ്. പക്ഷെ ഒരു കാര്യം എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള ഹു ഡസൻ കെയർ അബൌട്ട് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് എന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കില്ല. ആ മോർണിംഗ് റിച്വൽ ആണ് യുവർ കോൺഫിഡൻസ് ബിൽഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് അത് പുറത്ത് എന്താ പുട്ടിയിടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണെഴുതുന്ന അല്ലെങ്കിൽ സാരി എടുക്കുന്നതാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന ചില ബ്രീത്തിങ് എക്സസൈസസ്, അതിനുശേഷം ഒരു 5-10 മിനിറ്റെങ്കിലും കിട്ടുന്ന പുസ്തകം വായിക്കുക. മനസ്സിലായോ? ദെൻ ഇഫ് ഇറ്റ്സ് ഓൺ ദ വേ ടു ദ ഓഫീസ്
ഓഡിബിൾ ഓണാക്കി വെച്ചാൽ അത് ലൈക്ക് ഒരു ഇത് കിട്ടുന്ന പോലെയാണ്. ഏതെങ്കിലും ഒരു പുതിയ ആശയത്തിന്റെ, ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഓഫീസിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു കവിതാശകലം കേട്ടു. ഒരു ബില്യനയറുടെ പാർട്ടിക്ക് ജോസഫ് ഹെല്ലർ എന്ന് പറഞ്ഞ Catch-22 എഴുതിയ എഴുത്തുകാരൻ ഉള്ളപ്പോൾ അദ്ദേഹത്തിനോട് കേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാൾ ചോദിച്ചു, നിങ്ങൾക്കറിയോ നിങ്ങളുടെ Catch-22 പുസ്തകത്തിന് ഇന്നേ വരെ കിട്ടിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഈ ബില്യനയർ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ജോസഫ് ഹെല്ലർ പറഞ്ഞു, ഹി വിൽ നെവർ ഹാവ് വാട്ട് ഐ ഹാവ്. അതെന്താ അത്? ഐ ഹാവ് ഇനഫ്. എനിക്ക് ആവശ്യത്തിനുണ്ട് എന്നുള്ളൊരു മാനസിക നിലയുണ്ട്. ഹി വിൽ നെവർ ഹാവ് ദാറ്റ്. അദ്ദേഹം എന്നും സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നിമിഷത്തിലെ ഇതുകൊണ്ട് ഒരു ബില്യനയർക്ക് മുന്നിൽ ഒന്നുമല്ലാത്ത ഒരാൾ ഹി ബിക്കംസ് റിച്ചർ ദാൻ ദാറ്റ്. അതൊരു മാനസികമായ പെർസ്പെക്റ്റീവാണ്. അങ്ങനെ ഒരു സാധനം വീണ് കിട്ടുമ്പോൾ മൈ ലൈഫ് ലൈറ്റൻസ് അപ്പ് മോർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ്. ആ കോൺഫിഡൻസുമായി ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ, ആൻഡ് ദാറ്റ് സംതിങ് ഐ ഹാവ് ഫ്രോം ടീനേജർ ആയിരുന്നപ്പോൾ പോകുന്നത് എൻ്റെ ഉള്ളിലാണ്. കാരണം ഒന്നും അച്ചീവ് ചെയ്യാനില്ല, അച്ചീവ് ചെയ്യേണ്ടതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇറ്റ്സ് ഗിവിങ് ബാക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ദാറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ്. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് എന്ന് തിരിച്ചറിയും. ആ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുടെയും സിഗ്നലുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് മറ്റത് മോശമാണെന്നല്ല ഉദ്ദേശിച്ചത്.